ഹായ് ഹലോ എല്ലാവർക്കും കിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 12 ആണ്. ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. കേരളത്തിന്റെ കൂടി നമുക്ക് നോക്കാം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8°18 വടക്ക് മുതൽ 12°48 വടക്ക് വരെയാണ്. അതുപോലെ രേഖാംശ സ്ഥാനം 74°52 കിഴക്ക് മുതൽ 77°22 കിഴക്ക് വരെയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസിൽ നർമ്മദയുണ്ട്. നർമ്മദ ഉപദ്വീപീയ നദികളിൽ പെടുന്നതാണ്. മറ്റ് ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി, മഹാനദി എന്നിവ. ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധു നദി പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ. സിന്ധുവിന്റെ 5 പോഷക നദികളാണ് ചെനാബ്, ജലം, ബിയാസ്, സത്ലജ്, രവി എന്നിവ. ടിബറ്റിലെ മാനസരോവറിലാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇക്കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്തത് ഗംഗ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാലയിൽ നിന്നാണ്. അളകനന്ദയും ഭഗീരഥയും ഒന്നിച്ചു ചേർന്നാണ് ഗംഗയായി മാറുന്നത് ദേവപ്രയാഗിൽ വെച്ച്. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് 2008 ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി, സൺ എന്നിവ. ടിബറ്റിലെ കൈലാസ പർവ്വതനിരയിലുള്ള ചെമയുങ്ഡങ് ഹിമാനിയിലാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അവിടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് യാർലുങ് സാങ്പോ എന്ന പേരിലാണ്. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന അഥവാ ആഴമുള്ള നദി. ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, സുബൻസിരി, മാനസ്, ടീസ്ത എന്നിവ. ഉപദ്വീപീയ നദികളിൽ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദ നദിയിലാണെന്ന കാര്യം കൂടി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സൽമീർ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി താർ മരുഭൂമി. ജയ്സൽമീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇക്കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്ത ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി 1, 4. ഇലുമിനേറ്റും മോണസൈറ്റുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. ഓപ്ഷൻസിൽ ബോക്സൈറ്റ് കാണാം. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ഓറാണ് അഥവാ അയിരാണ്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഒഡീഷ. അടുത്ത ചോദ്യം, കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. എങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര. ഇൻഡോ നോർവീജിയൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. അഷ്ടമുടിക്കായലാണ് ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം, വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളത്തും ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് വയനാടുമാണ്. അടുത്ത ചോദ്യം, ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷയം. ക്ഷയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നറിയപ്പെടുന്ന ഡോട്ട്സ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്നറിയപ്പെടുന്ന രോഗമാണ് കുഷ്ഠം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നതും ഈ രോഗമാണ്. അടുത്തത് എയ്ഡ്സിനെ പറ്റി നോക്കാം. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എയ്ഡ്സ് തിരിച്ചറിയാൻ നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബറ്റ് അസേ. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇത് രണ്ടും തിരിഞ്ഞു പോവല്ലേ. വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക.
അടുത്ത ചോദ്യം, അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. ഉത്തരം ഓപ്ഷൻ ഡി അന്നജം. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. 1950 വന്യജീവി സങ്കേതമാകുന്ന പെരിയാർ 1973 ഏപ്രിൽ 1 പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി 1978 കടുവ സംരക്ഷണ കേന്ദ്രമായി മാറുന്നു. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തേതുമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് കൂടി നോക്കാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മടക്കത്തറ തൃശ്ശൂരാണ്. അതുപോലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ്. വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി തൃശ്ശൂരാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലുമാണ്. അവസാനത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമായ വാതകം. ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാട്ടുമായി കാണുന്നവരെ ബൈ.